ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. 4 മണിക്ക് ചായയുടെ ഒപ്പം കടിക്കാനായിട്ട് കുറച്ച് നല്ല മുരിഞ്ഞ പക്കവട ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് കഴിക്കാനായിട്ട് ഒരു പൂതി. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പക്കവടയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ പക്കവട നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ചില ടിപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. ഈ കപ്പ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി. ഏത് പാത്രമാണ് എടുക്കുന്നത് അത് അളവായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ അരിപ്പൊടി എടുത്തപ്പോൾ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് കടലമാവും 1/2 കപ്പ് പൊട്ടുകടല മിക്സിയിലിട്ട് കറക്കിയിട്ട് അത് പൊടിച്ച പൊടിയുമാണ്. ഇപ്പോൾ അരിപ്പൊടിയും കടലമാവും പൊട്ടുകടലമാവും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് നൈസ് പൊടിയാക്കാനായിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഞാനൊന്ന് അരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിത് അരിച്ചെടുക്കാം. ഞാൻ ഈ 3 പൗഡറും കൂടെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാത്ത തരത്തിൽ നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് അരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇടുന്നത് 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അയമോദകമാണ്. ഇത് കയ്യിലിട്ടിട്ട് ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് എള്ളാണ്. കറുത്ത എള്ളാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളായാലും ചേർക്കാം. ഞാൻ ഈ എള്ളൊന്ന് കഴുകിയെടുത്ത് വെള്ളം വാറ്റിയിട്ടാണ് ചേർക്കുന്നത്. വല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കഴുകിയെടുത്തിരിക്കുന്നത്. ഇനിയാണ് ഇതിലേക്ക് മുഖ്യമായിട്ടുള്ള ഒരു ഐറ്റം ചേർക്കുന്നത്. ചൂടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ഈ പക്കവട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. ഇതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അധികം വെള്ളം പെട്ടെന്ന് ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ശക്തിയിൽ കുഴയ്ക്കണമെന്നൊന്നുമില്ല. സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ, ഒരു ഭാഗത്ത് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് പിഴിയാനുള്ള അച്ചെടുക്കാം. പക്കവട ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ചില്ലാണ് ഇടേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിട്ടിട്ട് നമുക്ക് മാവ് കുറേശ്ശെ ആയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലിട്ടിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മാവ് നമുക്ക് പിഴിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നേരെ നമുക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ടാണ് പിഴിയുന്നത്. നിങ്ങളുടെ അടുത്ത് വലിയ ചട്ടി ഉണ്ടെങ്കിൽ അത് ഫുൾ ഇതിൽ തന്നെ നമുക്ക് പിഴിയാം. എന്നിട്ട് അവസാനം പുറത്തെടുത്തതിന് ശേഷം ഉടച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ ചെറുതായതുകൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതേമാതിരി ചെയ്തോളൂ. ഇങ്ങനെ പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകിയിട്ട് വെള്ളം കളഞ്ഞതാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ലാണ് വീട് മുഴുവനും. ഈ കറിവേപ്പില ഇതിൽ കിടന്ന് ഇങ്ങനെ പൊരിയുമ്പോൾ നല്ല സ്മെല്ലാണ്. ഇപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് അടങ്ങും. ആ സമയത്ത് നമുക്ക് ഇത് എടുക്കാറായെന്ന് അർത്ഥം. ഇങ്ങനത്തെ ശബ്ദം വരും. ഇത് ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. അപ്പോൾ അതെടുത്തെല്ലാം പുറത്തെടുത്ത് വെക്കുക. ഇനി ഇതേമാതിരി തന്നെ ബാക്കിയുള്ളതും ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതിൽ നമ്മൾ കായപ്പൊടിയും അയമോദകമൊക്കെ ചേർക്കുന്നത് കൊണ്ട് വയറിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ നല്ല കറുമുറന്ന് കഴിക്കാനായിട്ട് പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.